DSP സുഭാഷ് ബാബു നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുഭാഷ് ബാബു, ഇക്കാര്യത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ വീഴ്ചകൾ മുമ്പും പലവട്ടം വാർത്തകൾ വന്നതാണ്. ഏറ്റവും ഒടുവിൽ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ മെയ് മാസം അവസാന സമയത്താണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും 2 സ്മാർട്ട് ഫോണുകൾ പിടികൂടിയിരുന്നത്. അവിടെ ജാമറുകൾ സ്ഥാപിക്കുന്നു, പല നടപടികൾ ഉണ്ടായിട്ടും ഇതെല്ലാം മറികടന്നുകൊണ്ട് സെൻട്രൽ ജയിലിനകത്ത് മൊബൈൽ ഫോൺ ഉപയോഗം യഥേഷ്ടം നടക്കുന്നു. ഇപ്പോൾ പോലീസ് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു ഗോവിന്ദചാമി മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്ന കാര്യം. ഇതെങ്ങനെ സംഭവിക്കുന്നു? ജയിലിലെ ഗുരുതര പിഴവുകൾ പുറത്തു വരികയാണ്. സ്ഥിരമായിട്ട് കണ്ണൂർ ജയിലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മദ്യം, മയക്കുമരുന്ന്, അതേമാതിരി തന്നെ സുഭിക്ഷമായ ഭക്ഷണം, മൊബൈൽ ഫോൺ ഉപയോഗം, അതുപോലെ തന്നെ വീഡിയോ കാണലും ഒക്കെ സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിനെ അവിടെ നിയന്ത്രിക്കാൻ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സാധിക്കില്ല. കാരണം അവിടെ തടവുകാരാണ് അവിടുത്തെ ഭരണാധികാരികൾ. അപ്പൊ തടവുകാർക്ക് സംരക്ഷണം കൊടുക്കുന്ന നേതൃത്വം രാഷ്ട്രീയമായിട്ടും അല്ലാത്തതുമായ നേതൃത്വം അവിടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള സ്വാധീനം അവിടുണ്ട്. രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനത്തിന്റെ ഉപരി ഉദ്യോഗസ്ഥന്മാരും ജയിൽ പുള്ളികളും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ഒരു നെക്സസ് അല്ലെങ്കിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടാണ് അവിടെ എന്താ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ പല ആളുകളും ചാടിപ്പോയിട്ടുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തന്നെ മുമ്പും ഏതാണ്ട് കഴിഞ്ഞ ഏതാനും വർഷമായിട്ട് തന്നെ ഏതാണ്ട് 6ഓളം ജയിൽ ചാട്ടം ഉണ്ടായിട്ടുണ്ട്. അതിനൊന്നും കാര്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് സസ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞ് അവരെ അവിടെ തന്നെ പ്രതിഷ്ഠിക്കും, അവർക്കെല്ലാ സംരക്ഷണവും കൊടുക്കും. പിന്നെ അവരെ സംബന്ധിച്ചറിയാം ഇത് ഇത്രയൊക്കെ വരാനുള്ളൂ, ഇത് അനുഭവിക്കാൻ തയ്യാറുള്ളവരാണ് അവരുടെ സഹചാരികളായിട്ട് അവിടെ ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ ആവർത്തിച്ച് വരുന്നത്. അത് ഇനിയും ഈ തുടരാതിരിക്കാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അല്പ ഭരണമാറ്റം ഉള്ളപ്പോൾ ചെറിയ വ്യത്യാസം, അത് വലിയ കാര്യമായിട്ടൊന്നുമില്ല. അവിടെ ഭരണം സ്ഥിരമായിട്ട് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പേരിൽ അവിടുത്തെ ക്രിമിനലുകൾ തന്നെയാണ് ആ ജയിലിൽ സ്ഥിരമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. അത് എല്ലാവർക്കും അറിയാം. അത് മുൻ ആഭ്യന്തരമന്ത്രിമാർ ഏത് കക്ഷിയിലുള്ള ആളുകളാണ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാം. ഇനി ജയിൽ ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചാലും മനസ്സിലാകാം. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും നല്ലൊരു വിഭാഗക്കാർക്ക് അതറിയാം. ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിന് സഹായികളായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടുത്തെ ഈ ദുരവസ്ഥ മാറുമെന്ന് പ്രത്യാശിക്കേണ്ട. അല്പസ്വല്പ വ്യത്യാസങ്ങളൊക്കെ കാണാം, അത് മാത്രമേ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നാളെ ഇനി എന്ത് സംഭവിക്കുമെന്നോ എന്നതിൽ ആശങ്കയൊന്നും വേണ്ട, ഇത് തന്നെ തുടരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഈ മൊബൈൽ ഫോൺ പരിശോധനയിൽ കുറേ മൊബൈൽ ഫോണുകൾ കണ്ടെത്തുന്നു. ഇത് ആരെ എങ്ങനെ കൊണ്ട് കൊടുക്കുന്നു എന്ന ചോദ്യം. വലിയ CCTV സംവിധാനമുണ്ട്. ഇതിനപ്പുറം ഈ മൊബൈൽ ഫോൺ ഉപയോഗം തടസ്സപ്പെടുത്താൻ അവിടെ ജാമറും സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ജാമർ പോലും അവിടെ ഉപ്പ് ഇട്ട് അത് കേടാക്കാൻ ശ്രമം നടത്തുകയായും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്കൽ വിൽ പവർ ഇല്ലാതെ പോകുന്നതുകൊണ്ടാണ്. അതായത് ഒരു രാഷ്ട്രീയ ജാഗ്രത ഇക്കാര്യത്തിൽ വേണ്ടത്ര ഒരു വിൽ പവർ ഇക്കാര്യത്തിൽ കാട്ടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും. കാരണം അവിടെ ജാമറിനെ ജാം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ടല്ലോ. അവിടെയുള്ള അത് ഉദ്യോഗസ്ഥന്മാർ തന്നെ ചെയ്തു കൊടുക്കും. അതല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളെ സ്വാധീനിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കുറെ സമയം കഴിയുമ്പോഴോ ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്വയം ജാമായി പോകുന്ന സംവിധാനങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. സത്യം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അത് ഇവര് വലിയൊരു നെക്സസ് ആണ്. അതായത് എല്ലാവരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ അവിശുദ്ധ സ്വാധീനത്തിന്റെ ഒരു സാക്ഷ്യപത്രമാണ് നമ്മൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റാൻ സാധിക്കുമെന്ന് ഒരിക്കലും നമ്മൾ വിശ്വസിക്കേണ്ട. അതിൽ പ്രധാനമായിട്ട് എന്താണെന്ന് പറഞ്ഞാൽ അവിടെയുള്ള എവിടെ നമുക്കറിയാം, ഏതെങ്കിലും തടവുകാരെ, രാഷ്ട്രീയ തടവുകാരെ പ്രത്യേകിച്ച് ഇവിടെ നിന്ന് മാറ്റി മറ്റ് ജയിലുകളായി കഴിഞ്ഞാൽ അവരെ സ്വാധീനിച്ച് വീണ്ടും അവിടെ തന്നെ വരുന്ന സംഭവങ്ങൾ നമ്മൾ ഒരുപാട് കേസിലുണ്ടായി. TP കേസിലായാലും അതേമാതിരിയുള്ള രാഷ്ട്രീയ സംഘർഷം ഉണ്ടായിരുന്ന പല കേസുകളിലായാലും ശരി, സ്വാധീന വലയത്തിൽപ്പെട്ട് അല്ലെങ്കിൽ അതിന്റെ സ്വാധീനത്തിൽ അവിടെ തന്നെ തിരിച്ച് ആ ജയിലിൽ നിന്ന് മാറ്റിയാലും ചുരുങ്ങിയ മാസങ്ങളോ കൊണ്ട് തിരിച്ചു അവിടെ തന്നെ വരുന്നതും അവിടെ വന്ന അവർ തന്നെ അവിടുത്തെ ഭരണകർത്താക്കളാവുന്ന സംഭവം നമ്മൾ നിശ്ചലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാല് വേണമെങ്കിൽ പറ്റും, പക്ഷെ ആർക്കും വേണ്ട. അങ്ങനെ നടക്കാമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനും പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. യെസ്, എന്തായാലും ഈ വിഷയത്തിൽ ജയിൽ അധികൃതർക്ക് പറ്റിയ ഒരു വൻ പിഴവ് ഇക്കാര്യത്തിൽ ശ്രദ്ധയപ്പെടുന്നുണ്ട്. സുഭാഷ്, ഒരു കാര്യം കൂടി ഇക്കാര്യത്തിൽ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളെ മറികടന്നുകൊണ്ട് ഈ സംസ്ഥാനത്തെ ജയിലുകൾ നേർവഴിക്ക് കൊണ്ടുവരാൻ ഏത് തരത്തിലുള്ള ഇടപെടൽ എന്നൊരു വിദൂര സാധ്യതയാണ് ബാക്കി നിൽക്കുന്നത്. കോടതിക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അത് ഈ ജയിലിന്റെ നിയന്ത്രണങ്ങള് നമ്മുടെ
നമ്മുടെ സംസ്ഥാന ഭരണത്തിൽ നിന്നും മാറ്റി അതിനൊരു പ്രത്യേക സംവിധാനം, ഈ പോലീസിന്റെ ഒക്കെ ഗവർണറുടെ കീഴിലാക്കണം, അല്ലെങ്കിൽ പ്രത്യേക സംവിധാനത്തിന്റെ ഒഴിയണം. അതായത് സംസ്ഥാന ഭരണത്തിന്റെ രാഷ്ട്രീയ സ്വാധീനത്തിന് ഉപരി നിർത്തുന്ന ഒരു സംവിധാനത്തിൽ നിയന്ത്രിക്കപ്പെടണം. അതിന് ജയിലും പോലീസും അങ്ങനെ തന്നെ വേണം എന്ന് സ്ഥിരമായിട്ട് പണ്ട് പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നിയമനിർമ്മാണം വേണമെന്നൊക്കെ കുറെ നാളൊക്കെ ആക്രോശിച്ചിരുന്നു. ഇപ്പൊ പക്ഷെ എല്ലാവരും ആ വഴിക്ക് തന്നെ എങ്ങനെങ്കിലും ആയി പോക്കോട്ടെ എന്നുള്ള അവസരത്തിൽ പോകും. അപ്പോൾ ഇതിനൊക്കെ ഒരു ഇൻഡിപെൻഡന്റ് സംവിധാനങ്ങള് ഉണ്ടാകണം. അത് ആരും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഏത് കക്ഷിയായാലും ശരി, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തടവുകാരെ, അവർക്ക് താല്പര്യമുള്ള തടവുകാരായാലും ശരി, പോലീസ് സംവിധാനമായാലും ശരി, അവർക്ക് അനുകൂലമായിട്ട് അതിനെ ചലിപ്പിക്കാനുള്ള താല്പര്യം എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും ഉള്ളത് കൊണ്ട് ആരും അതിന് വ്യത്യസ്തമായ ഒരു നിലപാട് എടുക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു നിയമം അതിനുവേണ്ടി വരാനുള്ള സാധ്യതയൊന്നുമില്ല. അത് വരണമെങ്കിൽ ഏതെങ്കിലും പ്രസിഡന്റ് വരണോ, അതേമാതിരിയുള്ള ഏത് വന്നതിന് ശേഷം ഇച്ഛാശക്തിയുള്ള പ്രസിഡന്റന്മാർ വല്ലവരും ആണെങ്കിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചിന്തിച്ച് നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ ക്യാൻസൽ മാറ്റുമായിരിക്കാം. എന്നാലും അങ്ങനെ ഒരു നിയമം അല്ലാത്ത ഒരു പശ്ചാത്തലത്തിലും ഉണ്ടാകുമെന്ന് നമ്മൾ ഒരിക്കലും സ്വപ്നം പോലും കാണണ്ട എന്നാണ് എനിക്ക്. വളരെ നന്ദി മുൻ SP സുഭാഷ് ബാബു. എന്തായാലും സംസ്ഥാനത്തെ ജയിലുകളിൽ സംഭവിക്കുന്ന വീഴ്ചകൾ തന്നെയാണ് ഗോവിന്ദചാമി കേസിലും സംഭവിച്ചത് എന്നതിന് കൃത്യമായ തെളിവുകൾ പോലീസ് റിപ്പോർട്ടിൽ തന്നെയുണ്ട്. KV ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഒടുവിൽ കണ്ണൂർ ജയിലിൽ നിന്നും വില്ലിയൂരേക്ക് മാറ്റുകയാണ്. അതീവ സുരക്ഷയിലാണ് ഈ മാറ്റം. വിയ്യൂരിൽ വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ വിയ്യൂരും ചീത്തപ്പേര് കേട്ടിട്ടുള്ള സ്ഥലമാണ്. വിയ്യൂർ സെൻട്രൽ ജയിലിലും ഇത്തരം വീഴ്ചകളും മൊബൈൽ ഫോൺ ഉപയോഗമൊക്കെ കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ്. എന്താണ് ഇക്കാര്യത്തിൽ തൽക്കാലത്തെങ്കിലും മുഖം രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പിന്റെ, പ്രത്യേകിച്ച് ജയിൽ വകുപ്പിന്റെ നീക്കം ഇക്കാര്യത്തിൽ? ബൈജു, 65ഓളം കൊടും ക്രിമിനലുകളാണ് ഇപ്പോൾ ഈ ഗോവിന്ദചാമിയെ പാർപ്പിക്കുന്ന ആ സെല്ലിന് സമയമുള്ളത്. പക്ഷെ ഇപ്പോൾ ഏകാന്ത തടവ്, അതാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇയാൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഏകാന്ത തടവാണ്. ആ സ്ഥലത്ത് മറ്റ് സഹതടവുകാർക്ക് അല്ലെങ്കിൽ മറ്റ് തടവുകാർക്കൊന്നും തന്നെ ഇയാളുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടാനോ കഴിയാത്ത രീതിയിലാണ് ഇപ്പോൾ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് കൂടാതെ ഈ സെല്ലിന് ചുറ്റും കൃത്യമായ സുരക്ഷ, ഗോവിന്ദചാമിയുടെ സെല്ലിന് പ്രത്യേകിച്ച് വലിയ സുരക്ഷ ഒരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സെല്ലിനകത്ത് നിന്നും ഇയാളെ പുറത്തേക്ക് കൊണ്ടുപോകാത്ത രീതിയിലാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതായത് ഭക്ഷണം പോലും ഇയാൾക്ക് പുറത്തേക്ക് കൊണ്ടുപോകാത്ത രീതിയിലാണ് ഇപ്പോൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതായത് ഭക്ഷണം പോലും ഇയാൾക്ക് സെല്ലിനകത്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരു രീതിയാണ്. അതോടൊപ്പം ഒരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഫാനും ഒരു കട്ടിലും ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. മറ്റ് ഏതെങ്കിലും ഒരു സഹതടവുകാരായി സംസാരിക്കാനോ കാണാനോ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു സംവിധാനമാണ് അവിടെ ഒരുക്കിയത്. പക്ഷെ അത് എത്രത്തോളം ഇനി ഫലപ്രദമാകുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയണം. കാരണം ഗോവിന്ദചാമിയെ സംബന്ധിച്ചിടത്തോളം കൊടും ക്രിമിനലാണ്. ഏത് അറ്റം വരെയും ഇയാൾ ഇത്തരം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ജയിൽ ചാട്ടുമായി ബന്ധപ്പെട്ടൊക്കെ കഴിഞ്ഞ ദിവസം അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഭക്ഷണം പോലും 1.5 മാസത്തോളം ഇയാൾ ക്രമീകരിച്ച് ശരീരം മെലിഞ്ഞു. അത് അങ്ങനെയാണ് ഇയാൾ ഇരുമ്പഴിക്കുള്ളിലൂടെ പുറത്തു കടന്നതും ജയിൽ ചാടിയതുമൊക്കെ. അത്തരത്തിൽ വലിയ തോതിൽ ഇത് ഒരുക്കങ്ങൾ നടത്തുന്ന ഒരാളാണ്. പുറത്തുനിന്നും ഒരുപാട് ആളുകൾ സഹായിക്കാനുള്ള ഒരാളാണ്. മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇയാൾക്ക് ഇവിടെ എത്തിച്ച് അല്ലെങ്കിൽ ഇയാൾക്ക് സംസാരിക്കാൻ ഇത്തരത്തിലൊരു കൊടും കുറ്റവാളി കഴിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഇയാളെ സംബന്ധിച്ചിടത്തോളം വിയ്യൂരും അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 65ഓളം കൊടും ക്രിമിനലുകളാണ് ഇപ്പോൾ ഇയാൾ താമസിപ്പിക്കുന്ന പ്രത്യേക സെല്ലിന് സമീപത്തായിട്ടുള്ളത്. ചുറ്റുമതിൽ, പ്രത്യേക ചുറ്റുമതിലുണ്ട്. വലിയ തോതിലുള്ള അത്തരം സംവിധാനങ്ങളുള്ള സ്ഥലത്താണ് വിയ്യൂർ